ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വൃശ്ചികം വന്ന് വീണ്ടും ഒരു മണ്ഡലകാലം കൂടി വരവായി അല്ലേ? അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് വീട്ടിലടുത്തുള്ള അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് എഴുന്നേൽക്കാനായിട്ട് എന്തോ വല്ലാത്ത സുഖമാണ് മനസ്സിനും. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ഉഷാറൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട്. പാട്ട് മാത്രമല്ല, ഇവിടെ ഞങ്ങൾക്ക് അയ്യപ്പൻ കഞ്ഞിയും കൂട്ടാനും ഒക്കെ കിട്ടും. വൈകുന്നേരം ഞങ്ങൾക്ക് പായസം, പഞ്ചരസം ഒക്കെ കിട്ടും. അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനെയും കാത്തിട്ട്. വേറൊന്നിനുമല്ല, അയ്യപ്പൻ കഞ്ഞിയും ഇതുമായിട്ട് അച്ഛൻ ഇപ്പോൾ വരും. അച്ഛനെ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് ഈ ഒരു വൃശ്ചിക മാസം. ആ ഒരു തണുപ്പും പിന്നെ ഡിസംബർ മാസം ഭയങ്കര രസമാണല്ലോ, ആ ഒരു തണുപ്പും പിന്നെ ഈ ഒരു അയ്യപ്പൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിലുള്ളതാണ് അയ്യപ്പൻ കഞ്ഞിയും കൂട്ടാനും. അപ്പം രാവിലെ നമ്മൾ അതും കഴിക്കും, അല്ലാതെ അമ്മ ഉണ്ടാക്കുകയും ചെയ്യും. അമ്മയും വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നു. പിന്നെ നമ്മളിത് അടുക്കളയിൽ അച്ഛൻ ജോലിയിലാണ്. അച്ഛൻ മാത്രമല്ല, അമ്മയുണ്ട് അവിടെ. അമ്മയും ജോലിയിലാണ്. അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനെ ശല്യപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കും. അപ്പം അമ്മ ഇതാ സാമ്പാറിന് കടുക് വറുക്കുകയാണ്. രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അമ്പലത്തിൽ പോകണം എന്നുണ്ട്, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പോകണോ വേണ്ടിയെന്നുള്ളത്, കാരണം അമ്മയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡിയായി. ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പൻ കഞ്ഞി. കഞ്ഞിയും അപ്പുറത്തത് കൂട്ടാനുമാണ്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. രാവിലെ ഇത് രണ്ടും കുടിക്കാനായിട്ട്. ഞാനങ്ങനെ കഞ്ഞി ഒരുപാട് കുടിക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ ഇത് കുടിക്കും. അതാണ് സാധാരണ കഞ്ഞി കുടിക്കാത്ത ഞാനാണ്, പക്ഷേ ഇതുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. ഇതെനിക്കിഷ്ടമാണ്. അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു കറിയാണ്. അതിൽ നിറച്ച് കടല, ചേന, ചേമ്പൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു പാത്രം എടുത്ത് അതിലോട്ട് കഞ്ഞിയൊക്കെ ഒഴിച്ച് കൂട്ടാനൊക്കെ ഒഴിച്ച് കുറച്ചേ കുടിക്കുകയുള്ളൂ. കാരണം ബാക്കി ഞാൻ അമ്മയ്ക്കും അച്ഛനും കൊടുക്കും. ഞാൻ പിന്നെ ഇഡ്ഡലി സാമ്പാറേ കഴിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കഞ്ഞി അത്ര ഇഷ്ടമില്ല. ഇതിങ്ങനെ 41 ദിവസം ഇവിടെ കൊടുക്കും കേട്ടോ. ഒരു ദിവസം പോലും മുടക്ക് വരാതെ. എന്നും ഇത് ഓരോരുത്തർ നടത്തുന്നതാണ്. ഓരോ ദിവസം ഓരോരുത്തർ നടത്തും. നമ്മൾ നടത്തും. നമുക്ക് ഒരു ദിവസം വിളക്ക് ഇതുമായിട്ട് നടത്തും. അപ്പം ഞാൻ കുടിച്ചിട്ട് ബാക്കി അച്ഛന് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഇഡ്ഡലി എടുത്തു. എനിക്ക് ഇഡ്ഡലിയും അമ്മേരെ സാമ്പാറും. അയ്യോ, അമ്മേരെ സാമ്പാർ അത് പറയേണ്ടതാണ്. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ ഫുഡ് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അമ്മേരെ സാമ്പാറാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ അമ്മയുടെ സാമ്പാറല്ലാതെ വേറെ ആരുടെ സാമ്പാറും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും അച്ഛൻ്റെ കൂടെയാണ്. അച്ഛനെ ശല്യപ്പെടുത്തി അച്ഛൻ്റെ കൂടെ ഓരോന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കും. അപ്പം അച്ഛൻ അടുപ്പത്ത് അരി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അടുപ്പ് കത്തിക്കുന്നതിൻ്റെ അവിടെ ചെന്നൊക്കെ നിന്ന് അച്ഛൻ്റെ അടുത്ത് ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് സഹായിക്കൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കും ഓരോന്ന്. അല്ലെങ്കിൽ അച്ഛൻ തീരെ അടുത്തൊന്നും അടുപ്പിക്കാറില്ല. പിന്നെ എന്തായാലും അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. കുളിച്ച് റെഡിയായി. ലച്ചു മയക്കത്തിലാണ്. അവൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിനി കൊച്ചി ഉറക്കമാണ്. അപ്പോഴേക്കും ഓട്ടോ വന്ന് നമ്മളിതാ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രമാണ്. ഒരു ശിവകൃഷ്ണ ക്ഷേത്രമാണ്. ശിവകൃഷ്ണപുരം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെത്തി. പക്ഷേ അമ്പലത്തിൽ ഞങ്ങൾ ചെന്ന് കയറിയ സമയം തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അമ്പലത്തിൻ്റെ പുറത്ത് കുറേ നേരം നിൽക്കേണ്ടി വന്നു. കുറേ നേരം എന്ന് വെച്ചാൽ കുറേ നേരം നിന്നു. പക്ഷേ രസമുണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ നിന്നിട്ട് ഈ നട തുറന്ന് തൊഴുവാൻ പറ്റി. എന്നിട്ട് നന്നായിട്ട് തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തൊക്കെ പോയി തൊഴുത് നമ്മളിനി തിരിച്ചു പോവാണ്. എന്നെ വീട്ടിലാക്കിയിട്ട് അമ്മ ഓഫീസിൽ പോവും. എനിക്കിന്ന് ക്ലാസ്സൊന്നുമില്ല. ഇന്ന് ഫുൾ ഫ്രീ ആണ്. ഇന്ന് അച്ഛൻ്റെ പുറകെ ഇങ്ങനെ നടന്നാൽ മതി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ എൻ്റെ ചെടികളെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ ആമ്പലിൻ്റെ അവസ്ഥ കണ്ടോ? ഇല മുഴുവനും ഒരു സാധനം തിന്നുവാണ്. ഇതാണ് സാധനം. ഇതിനെ പോയിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്കറിയില്ല. എന്തൊക്കെ ചെയ്തിട്ടും അത് പോകണില്ല. പിന്നെ നമുക്കിത് നിറച്ച് നെല്ലിക്ക പിടിച്ചിട്ടുണ്ട്. ലവ്ലൊലിക്കാന്ന് പലരുടെയും നാട്ടിൽ പറയും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ